എല്ലാവർക്കും മോഗ്ര വ്ളോഗേഴ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇതുവരെ, അതായത് ഈ ഒരു ചാനലിൽ ഇതുവരെ ബസ്സിന്റെ വീഡിയോസും അല്ലെങ്കിൽ ഒരു ഒമിനിയുടെയും 2-3 കാറിന്റെയും വീഡിയോസും കണ്ടിട്ടുണ്ടാവും. ഇതുവരെ ഒരു അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാനും എൻ്റെ അനിയനും മൊബൈലിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മൊബൈലാണ് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്നതായതുകൊണ്ടും പിന്നെ എക്സ്പെൻസ്, അതായത് ഞങ്ങളുടെ ഒരു കയ്യിൽ നിൽക്കുന്ന തരത്തിൽ, അതായത് ക്യാമറയൊക്കെ വാങ്ങിക്കാൻ ഒക്കെ ഒരുപാട് പൈസകൾ ആയതുകൊണ്ടും മൊബൈലാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ. അതായത് കുറച്ചുകൂടെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇപ്പോൾ പറ്റിയത് ഒരു മൊബൈലാണ്. അപ്പം ഞങ്ങൾ ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കയ്യിലൊരു വിവോ V20 വെച്ചാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു ഫോണൂടെ മേടിച്ചു ഇതിനു വേണ്ടി, വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ഫോണോട് മേടിച്ചു. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഞങ്ങളുടെ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഞങ്ങളുടെ ആദ്യമായിട്ടുള്ളൊരു അൺബോക്സിങ് വീഡിയോ ആണ്. തെറ്റുകൾ ഒരു ചെറിയൊരു കവർ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കതിനെ മാറ്റിയേക്ക്. ഇതിനകത്ത്, ഈ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബോക്സിനകത്ത് ചാർജർ പോർട്ടും ചാർജർ കേബിളും മാത്രമേ, ഡാറ്റ കേബിൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ 2 സാധനങ്ങളും തന്നിട്ടുണ്ട്. ഹെഡ്സെറ്റ് ഇപ്പോൾ ഒരു ഫോണിലും വരാറില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി ഈ ഫോൺ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് പറയുമ്പോഴും നമുക്ക് ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം പറയാം. ഇതിന് 120 GHz ഡോട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല റിഫ്രഷ് റേറ്റ് ഉള്ളൊരു ഫോണാണ്. അതായത് ഗെയിമിങ്ങിന് പറ്റിയൊരു സ്ക്രീനാണ്. നമുക്ക് ഫുൾ HD ആയിട്ടുള്ള ഒരു സ്ക്രീനും കൂടെയാണ് വരുന്നത്. 6.67 ഇഞ്ച് സ്ക്രീനാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 16 മെഗാ പിക്സൽ ക്യാമറയാണ് ഫ്രണ്ടിൽ വരുന്നത്. അത്യാവശ്യം നല്ല സെൽഫിയൊക്കെ എടുക്കാനുള്ള ഒരു ക്യാമറ തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് ക്യാമറയിലേക്ക് പോകുമ്പോൾ ഇത് Redmi Note 10 Pro ആണ്. Redmi Note 10 Proയിൽ 64 മെഗാ പിക്സൽ ക്യാമറയാണ് പ്രൈമറി ക്യാമറയായിട്ട് ബാക്കിൽ വരുന്നത്. ഇനി ആ ഒരു ക്യാമറയിൽ കൂടെ 8 MB, അതുപോലെ 5 MB, പിന്നെ 2 MB ഉള്ളൊരു ഡെപ്ത് സെൻസറിൻ്റെ ഒരു ക്യാമറ, ഇങ്ങനെ 4 ക്യാമറയാണ്, ഹോൾ ക്യാമറയാണ് വരുന്നത്. അതോടൊപ്പം ഒരു ഏറ്റവും ബാക്കിലായിട്ട് നമുക്ക് ചെറിയ ഒരു ഫ്ലാഷ് ഉണ്ട്. ഈ ഫ്ലാഷ് വീഡിയോ എടുക്കാനൊന്നും സഹായിക്കില്ല, ജസ്റ്റ് ഒരു നൈറ്റ് വ്യൂ ഒക്കെ കിട്ടാനൊക്കെ ഒരു ഫ്ലാഷ് കണക്കിന് ഉപയോഗിക്കാം. ഇനി ഇതിന് ഡ്യുവൽ സ്പീക്കറാണ് വരുന്നത്. ഈ ഒരു മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും സ്പീക്കർ വരുന്നുണ്ട്. ഡ്യുവൽ സ്പീക്കറാണ്. അപ്പം നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം നമുക്ക് സൗണ്ട് ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇത് ഉപകരിക്കും. കാരണം 2 സൈഡിൽ നിന്ന് നമുക്കൊരു സൗണ്ട് കിട്ടുമ്പോൾ നമുക്ക് ആ വീഡിയോ എടുത്തു കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കാണാം. അതിൽ 3.5 mm ഓഡിയോ ജാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രൊസസ്സറിനെ പറ്റി പറയുമ്പോൾ Qualcomm Snapdragon 732G എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യം പറയുമ്പോൾ 5020 mAh ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഒരു 6-7 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബാറ്ററി തന്നെയാണ് നമുക്ക്. കാരണം ഇപ്പോൾ എല്ലാവരും ഹെവി യൂസാണ് ബാറ്ററി. അത്യാവശ്യം ഈ 5000-ന് മുകളിലുള്ള ബാറ്ററീസ് മാത്രമേ ഒരു ദിവസം ഫുള്ളായിട്ടൊക്കെ ചാർജ് നിൽക്കുന്നുള്ളൂ. ഇനി ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ഈ സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു സെൻസർ വരുന്നത്.
വേറെ ഒന്നുമില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ സിം പോർട്ടും റൈറ്റ് സൈഡിൽ വോളിയം അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ ഇപ്പം ഈ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു കാര്യം മാത്രമേ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. ഇത്രയാണ് ഈ ഒരു പുറമേ കാണുന്ന കാര്യങ്ങൾ. ഇനി ബാറ്ററി, നമുക്ക് ബാറ്ററിയുടെ കാര്യം പറഞ്ഞു. നമുക്കിനി ചാർജറിൻ്റെ കാര്യം. 33 വോൾട്ട് ഫാസ്റ്റ് ചാർജറാണ് ഇതിന് വരുന്നത്. നമുക്ക് കിട്ടിയ ചാർജറും ഫാസ്റ്റ് ചാർജർ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്കറിയാം, ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ല വീഡിയോ എടുക്കാൻ 4K 30 ഫ്രെയിം എടുക്കാൻ ഒരുപാട് ഫോണുണ്ട്. കുറേ നല്ല റിവ്യൂ കണ്ടിട്ടാണ് ഈ ഒരു ഫോൺ നോക്കുന്നത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫോണിൻ്റെ റിവ്യൂ പറയുന്നതും. ഇനി ഈ ഒരു ഫോൺ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നത്, ഇതിനകത്തൊരു നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിനകത്തൊരു IBIS ഉണ്ട്. അതായത് നമ്മുടെ വീഡിയോ ഇൻ ബോഡി സ്റ്റെബിലൈസേഷൻ ആക്കിയിട്ട് വീഡിയോ ഷെയ്ക്ക് ആവാത്ത രീതിയിൽ വീഡിയോ കിട്ടുന്ന രീതിയിലുള്ളൊരു ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കമ്പനി റെഡ്മിയുടെ ഒരു ഫോൺ. ഇനി ഈ ഒരു കാര്യം നമ്മൾ ഇതിൻ്റെ കുറച്ചുകൂടെ തൊട്ടടുത്ത സെഗ്മെൻറ്റാണ് റെഡ്മി നോട്ട് 10 Pro Max. പക്ഷേ അതിൽ ക്യാമറ വ്യത്യാസമുണ്ട്. 64 ഒരു 108 എന്ന് പറയുന്ന ഒരു മെഗാ പിക്സലുള്ള ക്യാമറയാണ് വരുന്നത്. പക്ഷേ അത്രയും അഫോർഡബിൾ നമുക്കല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോണാണ് നമുക്ക് ചൂസ് ചെയ്തതുകൊണ്ടും നമ്മൾ ഈ ഒരു ഫോൺ ചൂസ് ചെയ്തു. ഇനി ഈ ഒരു ഫോൺ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു ഫോൺ ആദ്യമായിട്ട് ഇത് അൺബോക്സ് ചെയ്തിട്ട് ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓൺ ചെയ്യുന്ന ബട്ടണും ഇത് തന്നെയാണ്. ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ബട്ടൺ തന്നെയാണ് പവർ ബട്ടണായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓണാക്കി റെഡ്മി ആൻഡ്രോയിഡ് പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനൊരു ആൻഡ്രോയിഡിൻ്റെ ഒരു ഓപ്ഷനാണ് വരുന്നത്, MIUI 12.5 years alone. അപ്പോൾ നമ്മൾ ഇപ്പം റെഡ്മിയുടെ ഫോൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ. നമ്മൾ നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു. നമ്മൾ ഇംഗ്ലീഷ് ഹിന്ദി പല ഭാഷകളുണ്ട്, ഇന്ത്യയിലെ എല്ലാ ഭാഷകളുണ്ട്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ഫോൺ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കുന്നത്. ഇന്ത്യ കൊടുത്താൽ മതിയാവും. നമുക്ക് പിന്നീട് എപ്പോഴും ചേഞ്ച് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ദെൻ ഇന്ത്യ, ചൂസ് യുവർ റീജിയൻ ഇന്ത്യ. അഗെയിൻ സെറ്റിംഗ് റീജിയൻ. നമുക്ക് ബാറ്ററി നമുക്ക് കിട്ടിയപ്പോൾ തന്നെ 64% ഇതിനൊരു ബാറ്ററി ഉണ്ട്. ആൻഡ് ഇതൊരു നമ്മൾ റെഡ്മി ആയിട്ടുള്ള ഒരു ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസും യൂസർ എഗ്രിമെൻറ്റുമാണ്. ഏറ്റവും താഴെ ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി ടു ദ യൂസർ എഗ്രിമെൻറ്റ് ആൻഡ് പ്രൈവസി പോളിസി എന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇവിടുത്തെ ഒരു ഓപ്ഷൻ വരൂ. ക്ലിക്ക് ചെയ്യുക. ചെക്കിംഗ് ഫോർ സിം കാർഡാണ്. നമ്മൾ സിം കാർഡൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇൻസേർട്ട് സിം കാർഡ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ സിം ഇടാതെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു നെറ്റ്വർക്കിലേക്ക് വൈഫൈ ഇട്ട് അതിനെ ഓപ്പൺ ചെയ്യാം. നെറ്റ്വർക്ക് ഓൺ ആണെങ്കിൽ മാത്രമേ ബാക്കി ഫോൺ റെഡി ആവത്തുള്ളൂ. ഫസ്റ്റ് അപ്ഡേഷനും ഫോൺ ഓപ്പൺ ആക്കുന്നതൊക്കെ ഒരു നെറ്റ്വർക്ക് വേണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് റീസെറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് നെറ്റ് ഇല്ലെങ്കിലും റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗെറ്റിംഗ് യുവർ ഫോൺ റെഡി, ദിസ് മേ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് സമയം എടുക്കും. നമുക്ക് ചോദിച്ചിരുന്നത് കോപ്പി ആപ്സ് ആൻഡ് ഡേറ്റ. നമുക്ക് വേറെ ഏതെങ്കിലും ഗൂഗിൾ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആപ്ലിക്കേഷനോ വല്ലതും ഡൗൺലോഡ് ചെയ്യണമെങ്കിലോ അങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. ഡോൺ കോപ്പി കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ID കൊടുത്ത് കയറാം. നമുക്കിതിൻ്റെ ഫസ്റ്റ് ഒരു ഓപ്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇമെയിൽ ID എല്ലാം കൊടുത്തു കഴിയുമ്പോൾ സെറ്റ് പാസ്വേഡ്, സ്ക്രീൻ ലോക്ക് വേണോ ഫിംഗർ പ്രിൻറ്റ് വേണോ ചോദിക്കും. നമുക്കിത് പിന്നീട് ചെയ്യാം. നമുക്കിപ്പം ഈ ഒരു അഡീഷണൽ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ട് എഗ്രി കൊടുക്കുന്നു. നമുക്ക് ഈ ക്ലാസിക് ലോഞ്ചർ തന്നെ മതി. അപ്പം സെറ്റപ്പ് കംപ്ലീറ്റ്, യു ആർ റെഡി ടു റോക്ക്. അങ്ങനെ എല്ലാം ഒരു ഫസ്റ്റ് സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു. നമുക്കൊരു ഹോം സ്ക്രീനൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞു നമ്മൾ ക്യാമറ ബേസ്ഡ് ആയിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ ഫസ്റ്റ് ലൊക്കേഷൻ അലോക്ക് കൊടുക്കുക, വൈൽ യൂസിങ് ദ ആപ്പ് കൊടുക്കുക. സെലക്ട് ഫങ്ഷൻ ഫോർ ദ ഷട്ടർ, നമുക്ക് പ്രസ് ചെയ്ത് പിടിക്കാം അല്ലെങ്കിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. റെക്കോർഡ് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നതിനാണ്. ഇപ്പോൾ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നതിൻ്റെ 64 മെഗാ പിക്സലിൻ്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നു, ഫുൾ സ്ക്രീനായിട്ടാണ് വീഡിയോ വരുന്നത്. ഇതിനകത്തുള്ള ഓപ്ഷൻസ് എന്തൊക്കെ ഞാൻ ചരിച്ച് പിടിച്ച് കാണിക്കാം. ഓപ്ഷൻസ് ഇത്രയാണ്. ഇതിൽ നമുക്ക് ഒരു മൂവി വരെ ഷൂട്ട് ചെയ്യാം. കാരണം ഇതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും 1080p 60 ഫ്രെയിം പെർ സെക്കൻഡ്, 1080p 30 ഫ്രെയിം പെർ സെക്കൻഡ്, 4K 30 ഫ്രെയിം പെർ സെക്കൻഡ്, അതോടെ 720 30 ഫ്രെയിം സെക്കൻഡ്സ്. ഇത്രയും ഫ്രെയിംസിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാം.
ഇനി ഈ ഒരു മൂവി ഫ്രെയിം, അതായത് നമുക്കറിയാം മുകളിലും താഴെ മാസ്ക് ചെയ്ത് അഡോബ് പ്രീമിയർ പ്രോയിലൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അത് ഇതിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ മാസ്ക് ചെയ്യുന്ന സമയത്ത് ഈ മുകളിലും താഴെ ഒരു മൂവിയുടെ അതുപോലത്തെ ഒരു കട്ട് കിട്ടും. നമുക്ക് ആ ഒരു ഇതിൽ തന്നെ വീഡിയോ ചെയ്യാം. ഇനി അതുപോലെ ഗ്രിഡ് ലൈൻസ് നമുക്ക് എങ്ങനെയാണ് ഇതിന് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ ഒരു ഗ്രിഡ് ലൈൻസ് കാണാം. ഇനി 4K ഇപ്പോൾ ഞാൻ 1080p30 ഉണ്ട്, 4K എടുക്കുമ്പോൾ ഉള്ള ഒരു ഇത് കണ്ടു. ഇനി ഈ കാണുന്നത് നമ്മുടെ ബോഡി സ്റ്റെബിലൈസേഷൻ്റെ ഒരു ഇതാണ്. അപ്പം ഈ സമയത്ത് സ്റ്റഡി വീഡിയോ മാത്രം എടുക്കും. കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ വീഡിയോ മാക്സിമം ഒരു സ്റ്റഡി ആയിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള വീഡിയോ, കാരണം അത്രയും ആ ഒരു ജിമ്പൽ എടുക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് നമുക്ക് ഈ ഓപ്ഷൻ ഇടുമ്പോൾ കിട്ടും. ഇല്ലാന്ന സമയത്ത് സാധാരണ വീഡിയോ നമുക്ക് കിട്ടും. അപ്പോൾ മോഗ്ര വ്ളോഗേഴ്സിൻ്റെ ചാനലിലെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണ് ഈ ഒരു നോട്ട് 10 പ്രോയിലൂടെ നിങ്ങൾ കണ്ടത്. ഈ ഒരു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ, അടുത്തൊരു ബസ്സിൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു വ്ളോഗിങ് വീഡിയോ കാണുന്നവരെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും